ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, വാത്സല്യമുള്ളവരെ, അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷിയാൽ ഇതൊരു കർത്തൃദിവസം കൂടി ആയിരിക്കയാൽ ഒത്തിരി സന്തോഷത്തോടെ, ഒത്തിരി പ്രത്യാശയോടെ മഹാദൈവത്തിൻ്റെ തിരുപാദപീഠത്തിൽ നിന്ന് പ്രാപിച്ച ദൈവത്തിൻ്റെ ആലോചനയുമായി നിങ്ങളെ സന്ധിപ്പാൻ ഒരവസരം കൂടി ദൈവമായ കർത്താവ് തരുന്നതോർത്ത് ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവിൻ്റെ എല്ലാ വൻക്രിയകൾക്കും 1000 നന്ദിയും സ്തുതിയും സ്തോത്രവും ദൈവത്തിൻ്റെ അരുമ പാദാന്തികെ അർപ്പിച്ചുകൊണ്ട് വചനകേൾവിക്ക് താല്പര്യം കാണിക്കുന്ന സകലർക്കും ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ആത്മപ്രവാഹത്തിൽ നിന്ന് ഊറി ഒഴുകുന്ന ദൈവിക സ്നേഹത്തിൻ്റെ വചസ്സുകൾ നിങ്ങളുടെ ഹൃദയത്തിലെത്തിപ്പാൻ ദൈവത്താൽ കൃപ ലഭിക്കേണ്ടതിന് പ്രാർത്ഥനയോടെ ഇന്നത്തെ തിരുവചന ധ്യാനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സാദരം ക്ഷണിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 39-40 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് ലളിതസുന്ദരമായ ഒരാത്മീക ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കർത്താവിൻ്റെ കരുണയിൽ ഞാൻ ആശ്രയിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 39-40 വാക്യങ്ങൾ. അവർ വെള്ളത്തിൽ നിന്നും കയറിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഷണ്ഡൻ അവനെ പിന്നെ കണ്ടില്ല. അവൻ സന്തോഷിച്ചും കൊണ്ട് തൻ്റെ വഴിക്ക് പോയി. ഫിലിപ്പോസിനെ പിന്നെ അസ്തോദിൽ കണ്ടു. അവൻ സഞ്ചരിച്ച് എല്ലാ പട്ടണങ്ങളിലും സുവിശേഷം അറിയിച്ചുകൊണ്ട് കൈസരിയിൽ എത്തി. വേദപുസ്തക ചരിത്രത്തിലെ അതിപ്രധാനമായ ശ്രദ്ധേയമായ ഒരു ഭാഗമാണ് ഫിലിപ്പോസ് എത്യോപ്യൻ മന്ത്രിയായിരുന്ന ഷണ്ഡനെ സ്നാനപ്പെടുത്തുന്ന കാര്യം. വളരെ സന്തോഷജനകമായിരിക്കുന്ന ഒരു സുവിശേഷകൻ എന്ന നിലയ്ക്ക് ഹൃദയത്തുടിപ്പുകളേറെ ഉണ്ടാകുന്ന മനോഹരമായിരിക്കുന്ന ഒരു ദൃശ്യമാണ് ആ ഭാഗം മനതാരിൽ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. യെരുശലേമിൽ പെരുന്നാളിന് പോയിട്ട് മടങ്ങി വരുമ്പോൾ മറ്റൊന്നും വാങ്ങിക്കാതെ, നീ വാങ്ങിച്ചോന്നറിയില്ല, പക്ഷേ വേദപുസ്തകം സ്പർശിച്ചിരിക്കുന്നത് ഒരു തോൾച്ചുരുളിനകത്ത് ദൈവത്തിൻ്റെ തിരുവെഴുത്ത് വാങ്ങിച്ചുകൊണ്ട് വന്നു. അന്നേ കാലത്ത് ഇതുപോലെ ബൈബിൾ സുലഭമല്ലാത്ത കാലം. പെരുന്നാളിന് പോയ ഒരു അന്യദേശക്കാരൻ തിരിച്ചു വരുമ്പോൾ യെശയ്യാ പ്രവചനത്തിൽ കർത്താവിനെക്കുറിച്ച് പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ഒരു തോൾച്ചുരുൾ വാങ്ങിച്ചുകൊണ്ട് പോരുകയാണ്. ഞാൻ പ്രഭാഷണ മധ്യത്തിൽ പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്, വചനത്തോട് ആര് കൂറ് കാണിക്കുന്നോ, വചനത്തോട് ആര് ആത്മാർത്ഥത കാണിക്കുന്നോ അവരെ ദൈവം പ്രത്യേകം നിരീക്ഷിക്കുമെന്ന്. അതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ഇതാ ഈ തേരിൽ യാത്ര ചെയ്യുന്ന ഷണ്ഡനോട് ദൈവം കാണിക്കുന്നത്. കുതിരവണ്ടി അഥവാ രഥം, അതിനകത്ത് കുതിരകൾ വലിച്ചുകൊണ്ട് ഓടുന്ന ആ രഥത്തിനകത്ത് ഇരുന്നു കൊണ്ട് ഈ ഷണ്ഡൻ യെശയ്യാപ്രവചനം വായിക്കുകയാണ്. വലിയ ബുദ്ധിമുട്ടാണ്. ഓടുന്ന വണ്ടിക്കകത്ത് ഇരുന്നു കൊണ്ട് ബൈബിൾ വായിക്കുക എന്ന് പറയുന്നത്, തിരുവെഴുത്ത് വായിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. എനിക്കറിയാം, ഇന്നത്തെ പോലെ കൊച്ചക്ഷരത്തിൽ എഴുതിയതല്ല, തോൾച്ചുരുളിൽ വലിയ അക്ഷരത്തിലാണ്. എങ്കിലും ഒരു വാഹനയാത്രയിൽ, അതും കുതിര ചാടിച്ചാടി പോകുമ്പോൾ ആ ആഘാതത്തിനകത്ത്, ആ കുലുക്കത്തിനകത്തിരുന്നു കൊണ്ട് ആവേശത്തോടെ ആഹാരത്തേക്കാൾ സ്നേഹത്തോടും ശ്രേഷ്ഠമായും ദൈവവചനം വീട്ടിലെത്തിയിട്ട് വായിക്കാം എന്ന് വിചാരിക്കാതെ വണ്ടിക്കകത്ത് തന്നെ ഇരുന്ന് വായിക്കുന്ന ആ മനുഷ്യന് വചനത്തോടുള്ള പ്രേമം, സ്നേഹം നിങ്ങൾക്ക് മനസ്സിലാകുന്നു. ബൈബിള് 4-5 മേടിച്ച് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് വിഗ്രഹം പോലെ സൂക്ഷിക്കുകയും അത് തുറന്നു നോക്കുപോലും ചെയ്യാത്ത ആരും ഉണ്ടാകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. എത്രയോ പുസ്തകങ്ങൾ, എത്രയോ ഈടിറ്റ ഗ്രന്ഥങ്ങൾ ഒരാവേശത്തിന് മേടിക്കും, പക്ഷേ ആ ചുരുളഴിച്ച് നോക്കിയല്ല, പൊതി പോലും അഴിച്ച് നോക്കിയല്ല. എന്നാൽ ഈ മനുഷ്യൻ വീട്ടിലെത്തുന്നതിനേക്കാൾ മുമ്പ് വിലപ്പെട്ട വചനം വായിക്കാൻ കാണിച്ച ആത്മാർത്ഥത ലോകത്തിൽ ആരും കണ്ടില്ല. പക്ഷേ സ്വർഗത്തിലിരുന്നു കൊണ്ട് ദൈവം കണ്ടു. വചനം വായിക്കുന്ന, വചനത്തെ സ്നേഹിക്കുന്ന, വചനത്തോട് ആത്മാർത്ഥത കാണിക്കുന്ന, വചനത്തോട് അടുപ്പമുള്ളവരെ സ്വർഗത്തിലിരുന്നുകൊണ്ട് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ദൈവം കാണുമെന്ന് ഞാൻ പറയുന്നത് വെറുതെയല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? അതുകൊണ്ട് ദൈവം നിങ്ങളെ ശ്രദ്ധിക്കാനുള്ള ഏറ്റവും നല്ല വഴി ഞാൻ പറഞ്ഞു തരാം. പഠിക്കാൻ വേണ്ടി രാജ്യം വിട്ട് വിദേശത്ത് പോയിരിക്കുന്ന കൊച്ചുമക്കളെ, ജോലിക്ക് വേണ്ടി വിവിധ രാജ്യങ്ങളിൽ പോയിരിക്കുന്ന പ്രിയമുള്ളവരെ, ഏകാന്തത അനുഭവിച്ച് വീട്ടിൽ തനിച്ച് പാർക്കുന്ന വാത്സല്യനിധികളായ അമ്മമാരെ, പിതാക്കന്മാരെ, വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ, നിങ്ങളെ സ്വർഗം ശ്രദ്ധിക്കാനുള്ള ഏറ്റവും നല്ല വഴി, നിങ്ങൾ ദൈവവചനത്തെ ആത്മാർത്ഥമായി ശ്രദ്ധിച്ച് വായിക്കാൻ തുടങ്ങുക. എവിടെ ആയിരുന്നാലും നിങ്ങളെ ദൈവം കാണും. നിങ്ങളെക്കുറിച്ച് ദൈവം ചില കാര്യങ്ങൾ പറയും. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വിചാരമുണ്ടാകും. നിങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും ദൈവം നിങ്ങളുടെ അടുക്കൽ അയക്കും. ഇതാ
വചനം വായിക്കുന്നവൻ്റെ അടുക്കലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് പീലിപ്പോസ് എന്ന സാധാരണക്കാരനായ സുവിശേഷകനെ അയക്കുകയാണ്. അദ്ദേഹത്തോട് പറഞ്ഞ വാക്കുകൾ ഈ സുവിശേഷ ഭാഗത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. ഇതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ, അനന്തരം കർത്താവിൻ്റെ ദൂതൻ പീലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരൂശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകാ എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൂതൻ അഥവാ കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്, എഴുന്നേറ്റ് പെട്ടെന്ന് യെരൂശലേമിൽ എവിടെയോ, യെരൂശലേം എന്ന് പറയുന്ന മഹാനഗരത്തിൽ ആൾപ്പെരുമാറ്റമുള്ള ആൾക്കൂട്ടമുള്ള ജനനിബിഡമായിരിക്കുന്ന പട്ടണത്തിൽ ആയിരിക്കുന്ന പീലിപ്പോസിനോട് പെട്ടെന്ന് ദൈവം പറയുകയാണ്, നിർജ്ജന പ്രദേശത്തേക്ക് പോകാ. എന്തിനാന്ന് പറഞ്ഞില്ല. അവിടെ ചെന്നപ്പോഴാണ് കണ്ടത് തേര് വരുന്നത്. അപ്പോൾ ആ മനുഷ്യനെ ദൈവം പറഞ്ഞയക്കാൻ കാരണം ഏകാന്തതയുടെ ഒറ്റയടി പാതയിലൂടെ ആരും കാണാതെ ആരോടും ഹൃദയവേദനകൾ പങ്കുവെക്കാതെ ദൈവത്തിൻ്റെ വചനത്തെ മാത്രം അള്ളിപ്പിടിച്ച് കർത്താവിങ്കിലേക്ക് മാത്രം കണ്ണെറിഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ കാത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ വീണ്ടും പറയുന്നു, ദൈവവചനത്തിൽ ആഴമായി മുറുകെ പിടിക്കുക. ആരെങ്കിലും നിങ്ങളുടെ അടുക്കൽ അയക്കും. നിങ്ങൾ വണ്ടിക്കൂലി പോലും കൊടുക്കണ്ടെന്ന്. നിങ്ങൾ 8 മാസം മുമ്പ് ഡേറ്റ് ഡയറിയിൽ എഴുതിക്കണ്ട. കർത്താവ് അയക്കാൻ വിശ്വസ്തനാ. ചെയ്തു നോക്ക്. ദൈവത്തോടും വചനത്തോടും ദൈവികതയോടും ആത്മാർത്ഥത കാണിക്കുമ്പോൾ നമ്മുടെ അടുക്കൽ അയച്ച് നമ്മളിൽ പൂരിപ്പിക്കപ്പെടേണ്ട ബാക്കി കാര്യങ്ങൾ പൂരിപ്പിക്കാൻ സ്വർഗത്തിലെ ദൈവം ആളെ അയക്കാതിരിക്കുമോ? ഇതാ ദൈവം പീലിപ്പോസിനെ തട്ടി ഉണർത്തി ഓടിച്ച് നിർജ്ജന പ്രദേശത്തിലേക്ക് അയക്കുന്നു. ഞാനിന്ന് പ്രസംഗിക്കാൻ അല്ലെങ്കിൽ അഥവാ ഈ ദൂത് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് പീലിപ്പോസിനെ കുറിച്ചാണ് കേട്ടോ. വായിച്ചതും പീലിപ്പോസിനെ കുറിച്ചാണല്ലോ. 39-40 വാക്യങ്ങൾക്കകത്ത് നമ്മൾ കണ്ടത് അതാണല്ലോ. നോക്കൂ പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യനോട് കർത്താവ് പറഞ്ഞു നിർജ്ജന പ്രദേശത്തേക്ക് പോകാൻ. ഒരു വേള ദൈവം ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന്, വലിയ സമൂഹത്തിൻ്റെ മധ്യത്തിൽ നിന്ന്, വലിയ പദവിയും പത്രാസുമുള്ള പശ്ചാത്തലത്തിൽ നിന്ന് നിർജ്ജനമായ ആരും കാണാത്ത ഒറ്റയടി പാതയിലേക്ക് പോകാൻ പറഞ്ഞാൽ പോകാൻ മനസ്സുണ്ടാകുമോ? സാധാരണഗതിയിൽ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് പോകാനാണ് മനുഷ്യൻ്റെ മനസ്സ്. അതിന് നമ്മൾ പ്രൊമോഷൻ, അപ്ഗ്രേഡിംഗ് എന്നൊക്കെ പറയും. ഞാനും അത് തന്നെ കാത്തിരിക്കുന്ന മനുഷ്യനാണ്. പക്ഷേ ചില വേളയിൽ ദൈവം തമ്പുരാൻ എഗസ്കേലിനോട് പറഞ്ഞതുപോലെ താഴ്വാരത്തിലേക്ക്, അസ്ഥി താഴ്വരയിലേക്ക് പോകാൻ പറയും. പീലിപ്പോസിനോട് പറഞ്ഞതുപോലെ ആരുമില്ലാത്ത നിർജ്ജന പ്രദേശത്തിലേക്ക് പോകാൻ പറയും. അങ്ങനെ പറയുമ്പോൾ ചോദ്യം ചെയ്യാതെ കർത്താവ് എന്ത് കൽപ്പിച്ചാലും അത് ചെയ്യാനൊരു മനസ്സുണ്ടെങ്കിൽ അതിനൊരു മറുവശമുണ്ട്. അതാണ് നമ്മൾ ഇന്ന് ആധാരമായി വായിച്ച വാക്യത്തിൻ്റെ ഉള്ളടക്കം. പീലിപ്പോസ് ചെന്നു. ഒരു നാടകവേദിയിലെ സംവിധായകൻ വേദിയിൽ അരങ്ങത്ത് നിൽക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ പീലിപ്പോസിനോട് ഷണ്ണൻ്റെ വരവ് കണ്ടപ്പോൾ പറഞ്ഞു കൊടുത്തു. തേരിൽ കയറി കാര്യങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുത്തു. വെള്ളമുള്ള സ്ഥലത്തെത്തി സ്നാനപ്പെടാൻ ആഗ്രഹിച്ചു. ഇരുവരും വെള്ളത്തിലിറങ്ങി സ്നാനം കഴിപ്പിച്ചു. വെള്ളത്തിൽ നിന്ന് കയറിയാറേ ഷണ്ണൻ സന്തോഷിച്ച് അവൻ്റെ വഴിക്ക് പോയി. പക്ഷെ കർത്താവിനെ അനുസരിച്ച നിർജ്ജന പ്രദേശത്തേക്ക് പോകാൻ പറഞ്ഞപ്പോൾ ചോദ്യം ചെയ്യാതെ ഇറങ്ങി വന്ന ആ മനുഷ്യനോട് കർത്താവിനൊരു കടപ്പാട്. അതെൻ്റെ മനസ്സിനെ ഒത്തിരി കുളിർമഴ പെയ്യിപ്പിച്ചു. എന്താ എഴുതിയിരിക്കുന്നത്? വെള്ളത്തിൽ നിന്ന് കയറിയാറേ ആത്മാവ് പീലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയി. എന്തായിരിക്കും ആ സംഭവം? എനിക്ക് ചിന്തിച്ചിട്ടും മനസ്സിലാകും. പക്ഷെ ഞാൻ ബൈബിളിനെ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു മനുഷ്യനെ എടുത്തുകൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മുകളിൽ നിന്ന് ക്രെയിൻ വന്ന് പൊക്കിക്കൊണ്ടു പോകുന്നത് പോലെ ആത്മാവ് തറയിൽ കൂടെ നടത്തിയില്ല. പിന്നെ അവൻ്റെ കാൽ ഉപയോഗിക്കേണ്ടി വന്നില്ല, ഓടേണ്ട വന്നില്ല. എല്ലാവരുടെയും തലയ്ക്ക് മീതെ കൂടെ ആത്മാവ് അവനെ എടുത്തുകൊണ്ട് പോയി എന്ന് തന്നെ പച്ചയ്ക്ക് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അടുത്ത വാചകങ്ങൾ, പിന്നെ അവനെ അസ്തോദിൽ കണ്ടു. അവൻ സഞ്ചരിച്ച് എല്ലാ പട്ടണങ്ങളിലും സുവിശേഷം അറിയിച്ചു. ഞാൻ അവിടെ ഒരു ബ്രേക്ക് ത്രൂ കാണുക. ഏതോ ഒരു പട്ടണത്തിൽ തമ്പടിച്ച് ആ പട്ടണ പശ്ചാത്തലത്തിൽ മാത്രം തങ്ങിക്കൂടിയ പീലിപ്പോസിനെ സ്വർഗത്തിലെ ദൈവം ഒരു നിർജ്ജന വേളയിലേക്ക് വിട്ടു. അതങ്ങനുസരിച്ചു.
അത് കഴിഞ്ഞപ്പോൾ ആത്മാവ് അവനെ എടുത്തുകൊണ്ട് പോയി. ഒരു പട്ടണമല്ല, പട്ടണങ്ങൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിനർത്ഥം എന്താ? കർത്താവിനെ അനുസരിച്ചാൽ അന്ന് ഒരുപക്ഷെ ഏറ്റവും താഴേക്ക് നിർജ്ജനമായ ഒരു സ്ഥലത്തേക്കായിരിക്കും. അവിടേക്ക് ഇറങ്ങിച്ചെന്നാൽ പിന്നെ ദൈവം നിന്നെ പട്ടണത്തിലല്ല, പട്ടണങ്ങൾ എന്നെഴുതിയിരിക്കുന്നു. ഒരനുസരണത്തിന് ഇത്ര വലിയ അനുഗ്രഹമോ? ഞാൻ നിങ്ങളോട് പറയുന്നു, 2024 ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ, കർത്താവിൽ നിന്ന് ലഭിച്ചൊരു വലിയ ദൈവിക ദൂതാണ്. കർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ ചോദ്യം ചെയ്യാതെ അനുസരിച്ചോ, ബാക്കി അത് അത്ഭുതമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. ഒരു കൊച്ചു സുവിശേഷകനെ പട്ടണ പ്രഭാഷകനാക്കി മാറ്റാനും വേദപുസ്തകത്തിൽ മറ്റാർക്കും കിട്ടാത്ത ഒരു ആത്മീയ അനുഭവം കൊടുക്കാനും ദൈവം പറഞ്ഞൊരു കാര്യം അനുസരിക്കാൻ സന്നദ്ധനായപ്പോൾ ഇത്രയ്ക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ നമുക്ക് വേണ്ടി എത്രയധികം. കാത്തിരിക്കാം, കാതോർക്കാം. കർത്താവ് എന്തെങ്കിലും കൽപ്പിക്കുന്നോ എന്ന് അവൻ്റെ വായിലേക്ക് മാത്രം നോക്കിയിരിക്കാം. അനുസരിക്കാനുള്ള വ്യഗ്രതയോടെ ആരും പുറകോട്ട് മാറി നിൽക്കരുത്. എന്തു പറഞ്ഞാലും നമ്മുടെ കർത്താവ് പറയുന്നത് അനുസരിക്ക്. അതിനപ്പുറം ഒരാത്മീയ അനുഭവമുണ്ട്, ഒരു ഭൗതിക നന്മയുണ്ട്. കാണാത്ത രാജ്യങ്ങളിലേക്കും കാണാത്ത സ്ഥാനങ്ങളിലേക്കും കാണാത്ത മണ്ഡലങ്ങളിലേക്കും ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ നമ്മളെ എടുത്തുകൊണ്ട് പോകും. ഒതുങ്ങിപ്പോയവർ, ചുരുണ്ടുപോയവർ, വഴിയടഞ്ഞു പോയവർ എന്നെ കേൾക്കുന്നെങ്കിൽ 8-ാം അധ്യായത്തിൽ ഈ സംഭവം നിങ്ങൾ ആവർത്തിച്ച് വായിക്കുക. സ്വർഗത്തെ അനുസരിക്കുക. ബാക്കി ദൈവം ജീവിതത്തിൽ തെളിയിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ആരൊക്കെ കർത്താവ് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ അവർക്കെല്ലാം നന്മ വന്നിട്ടുണ്ട്. വിചാരിക്കാത്ത, പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ സ്വർഗം ചെയ്തിട്ടുണ്ട്. ദൈവിക അത്ഭുതത്തിന് നന്ദി, ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് നന്ദി. സ്വർഗം അനുഗ്രഹിക്കണം, കൃപയിൽ താങ്ങണം, ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണം. മഹാദൈവത്തിൻ്റെ കരുണാ കടാക്ഷങ്ങളാൽ അവിടെ നിന്ന് നിറയ്ക്കണം. അപ്പച്ചൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാവർക്കും ഈ ദൂത് ഫലിക്കട്ടെ അപ്പാ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവേ. ആമേൻ.